നമ്മളെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇത്ര നാൾ കൊണ്ട് നമ്മളെല്ലാവരും ഒരു കൂട്ടുകുടുംബം പോലെയാണല്ലോ പോകുന്നത്. അപ്പോഴേ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചത് കേട്ടോ. അത് മാത്രമല്ല, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. പുതിയതായിട്ട് കാണുന്ന എല്ലാവരും നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. പിന്നെ മൺകലത്തിൽ ചോറ് വയ്ക്കുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് പതഞ്ഞ് കയറി വന്നിട്ടൊക്കെ ആ ചോറ് ചെള്ളായി പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ നേരെ കാണുക. കണ്ടതിന് ശേഷം ഇതേ രീതിക്ക് തന്നെ ഒന്ന് ചോറ് വെച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് കമൻ്റ് ഇടണേ. നമ്മളിവിടെ ചോറ് വയ്ക്കുമ്പോഴത്തേക്ക് വെള്ളം നല്ല കണക്ക് തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അരിയിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇന്നിപ്പോൾ ഈ ചോറ് വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് അതൊരു നെഗറ്റീവായിട്ട് എടുക്കല്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ എനിക്ക് ചോറ് വെച്ചിട്ട് ഇങ്ങനെ ചരിച്ചെടുക്കുന്നതിൻ്റെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടപ്പോഴത്തേക്ക് അതിലെനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ചോറ് വെക്കാനായിട്ട് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെ, എങ്കിലും നമ്മളെ പോലുള്ള സാധാരണക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ മൺകലോ അലൂമിനിയം പാത്രങ്ങളിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോറ് വെച്ച് എടുക്കുന്ന കേട്ടോ. വിറകടുപ്പിലൊക്കെ വേവിച്ചെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ഈ റൈസ് കുക്കറിലൊന്നും നമ്മളാരും വേവിച്ചെടുത്തിട്ടില്ല. സാധാ കുക്കറിലോ റൈസ് കുക്കറിലോ അങ്ങനെ ഒന്നും നമ്മൾ ചോറ് വെച്ച് കഴിച്ചിട്ടുമില്ല. നമുക്കതിൻ്റെ ആ ഒരു ഇഷ്ടം അങ്ങനെ തോന്നിയിട്ടുമില്ല. നമുക്ക് എപ്പോഴും നമുക്ക് പണ്ട് മുതലേ കഴിച്ചുകൊണ്ട് വരുന്ന ആ ഒരു രീതിക്ക് അനുസരിച്ച് പോകുന്നത് കൊണ്ട് നമുക്ക് യഥം വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് മാത്രം ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്നത്. പിന്നെ ചോറ് അരി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്ക് സൈഡിലൊക്കെ ഈ പത പോലെ വരുമ്പോഴത്തേക്കും ചെറിയ ഒരു കോട്ടൺ തുണി നനച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കണം. തുടച്ചു കൊടുക്കുമ്പോഴത്തേക്ക് പറ്റി പിടിച്ചിരിക്കുമല്ലോ, കഞ്ഞിയുടെ വെള്ളമൊക്കെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. പിന്നെ നമ്മൾ ഈ മൺകലത്തിൽ ചോറ് വെക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് മൺകലത്തിൽ ചോറ് വെച്ച് തുടങ്ങി. പണ്ട് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിലും പിന്നെ അത് പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പൊട്ടിപ്പോകുന്നതിനെ കൊണ്ട് പിന്നെ ഞാനങ്ങ് ഒഴിവാക്കിയതായിരുന്നേ. പിന്നെ അലുമിനിയം കലങ്ങളിലാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം നമ്മൾ ഈ കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഒരുപാട് പേര് വന്നിട്ട് എനിക്ക് കമൻ്റ് ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അലുമിനിയം പാത്രങ്ങളിൽ അങ്ങനെ പാചകം ചെയ്ത് അങ്ങനെ കഴിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ്, സ്റ്റീൽ പാത്രങ്ങളൊക്കെ അങ്ങനെ മേടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റീൽ പാത്രം മേടിച്ച് നമ്മൾ ഈ വിറകടുപ്പിൽ വെക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് കരി പിടിച്ച് പെട്ടെന്നങ്ങ് പാത്രങ്ങളങ്ങ് ചള്ളായി പോകുമല്ലോ. അപ്പോൾ അതിലും നല്ലത് പിന്നും എനിക്ക് തോന്നി ഇങ്ങനെ മൺകലമാണ് നല്ലതെന്നൊക്കെ തോന്നിയിട്ടാണ് പിന്നെ ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടത്തേക്ക് മൺകലം മേടിച്ചത് കേട്ടോ. പിന്നെ നെത്തോലി കറി വെക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് വെക്കുന്നതിൻ്റെ വീഡിയോ ആണല്ലോ ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ എടുക്കാതിരുന്നത്. അപ്പോൾ നെത്തോലി മീനിൽ മാങ്ങയും മുരിങ്ങൊക്കെ ഇട്ട് കറി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചോറ് നല്ല പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണമല്ലോ. പിന്നെ അത് മാത്രമല്ല, മൺകലത്തിൽ മാത്രമാണ് ഇത്രയും പത പോലെ ഇങ്ങനെ പൊന്തി വന്ന് നിൽക്കുന്നത്. നമ്മളിപ്പോൾ അലുമിനിയം പാത്രങ്ങളിൽ ചോറ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചോറ് ചരിക്കുന്ന ആ ഒരു സമയത്ത് കഞ്ഞിയുടെ വെള്ളം മാത്രമേ കാണുള്ളൂ. മൺകലത്തിൽ ചോറ് വെക്കുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് തന്നെ പത ഇങ്ങനെ പൊങ്ങി വന്ന് നല്ല രീതിക്ക് നിൽക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ മൺകലം വെച്ചിട്ട് നമ്മൾ ഈ ഒരടുപ്പിൽ ചോറ് ചരിച്ചെടുത്തപ്പോഴത്തേക്ക് എനിക്ക് കുഴപ്പമില്ല. നമ്മൾ വന്ന സമയത്ത് അലുമിനിയം പാത്രത്തിലാണല്ലോ ചോറ് വെച്ച്, അന്നിങ്ങനെ ചോറ് ചരിച്ചെടുത്തപ്പോഴത്തേക്ക് ചോറും കലം മൊത്തത്തിൽ ഇങ്ങനെ മറിഞ്ഞൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഞാൻ മുറ്റത്തൊക്കെ ചോറ് വെച്ച് പിന്നീട് മൺകലം മേടിച്ചതിന് ശേഷമാണ് ഇങ്ങനെ വീട്ടിൽ ഈ ചെറിയ അടുക്കളയിൽ ഇങ്ങനെ ചോറ് എന്തായാലും വെച്ച് നോക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് നല്ല വശം വന്നിട്ടുണ്ട്. ചോറ് നല്ല കറക്റ്റ് പാകത്തിനൊക്കെ വേവിച്ചെടുക്കാനൊക്കെ പറ്റും. ഇപ്പോൾ ഒട്ടും പതയില്ല. ഈ സൈഡിലിരിക്കുന്ന പത മാത്രമേ ഉള്ളൂ കേട്ടോ. അത് നമ്മൾ ഈ കണ്ണാപ്പ വെച്ച് ഒരു സൈഡിലോട്ട് ചോറ് ഇങ്ങനെ ചരിച്ചെടുക്കുമ്പോഴത്തേക്ക് വെള്ളം മൊത്തം ഒരു സൈഡിലോട്ടല്ലേ വരുന്നത്. അപ്പോൾ ആ മുകൾ ഭാഗത്തിരിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ നനച്ച് വെച്ചിരിക്കുന്ന തുണി കൊണ്ട് അത് തുടച്ച് കംപ്ലീറ്റ് അങ്ങ് മാറ്റി കാലമെല്ലാം നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അടുപ്പ് നല്ല ചൂടായി കിടക്കുന്നതിനെ കൊണ്ട് ചോറ് അതിൽ കുറച്ച് സമയം വെക്കുമ്പോഴത്തേക്ക് അതിൽ തങ്ങി നിൽക്കുന്ന ചെറിയ നീരാവി പോലത്തെ ഇതൊക്കെ ഉണ്ടല്ലോ, ആ വെള്ളത്തിൻ്റെ ചെറിയ ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ആർക്കും പെട്ടെന്ന് തന്നെ മൺകലത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ കണ്ണാപ്പ വെച്ചിട്ട് അടപ്പിട്ടാണ് ഇങ്ങനെ അടച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു വിയർപ്പൊന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം നല്ല കറക്റ്റ് ആ ഒരു പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും അടുപ്പൊന്ന് മാറ്റിയെടുക്കാറായിട്ടുണ്ട്. നല്ല തുറായിരിക്കുവാണ് കേട്ടോ. ചോറിൽ ഒരു ശകലം പോലും വെള്ളമില്ല. പിന്നെ അത് മാത്രമല്ല, ഇതിൽ പതയോ അങ്ങനെ ഒന്നുമില്ല. അപ്പം നമ്മൾ ആവശ്യത്തിന് ഈ ചോറൊക്കെ നമ്മൾ എടുത്തതിന് ശേഷം ബാലൻസ് വരുന്ന ചോറിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് വേറെ ഒരു പ്രശ്നമില്ല, ചള്ളായി പോവുക അങ്ങനെ ഒന്നുമില്ല. പഴങ്കഞ്ഞിക്ക് നല്ല രീതിക്ക് തന്നെ കിട്ടും. ഇന്നിപ്പോൾ രാത്രിയിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഉച്ച സമയത്ത് ഞാനൊരു പൊതിച്ചോറ് റെഡിയാക്കി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചോറ് ഞാനിപ്പോൾ എടുത്തത് കേട്ടോ. പൊതിച്ചോറിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് മാങ്ങ അച്ചാർ, പിന്നെ തോരൻ, അല്ലെന്നുണ്ടെങ്കിൽ വിഴുക്ക് കേട്ടോ. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് പയർ തോരനാണ് എടുക്കുന്നത്. ഇവിടെ നിന്ന് കുറച്ച് പയർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തോരൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചമ്മന്തി അരച്ചതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെയൊക്കെ ചമ്മന്തി അരയ്ക്കുന്നതിൻ്റെ ഒത്തിരി വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. വറ്റൽമുളകും ചെറിയുള്ളി എല്ലാം വെച്ച് വറുത്തിട്ടാണ് ചമ്മന്തി അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ചമ്മന്തി വെച്ചിട്ടുണ്ട്.
പിന്നെ പൊതിച്ചോറിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മൾ എടുക്കുന്ന മീൻ വറുത്തത്, അല്ലെന്നുണ്ടെങ്കിൽ മുട്ട പൊരിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ നെത്തോലി കറി വെച്ചപ്പോൾ കുറച്ച് നെത്തോലി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തോരനും ചമ്മന്തി, മാങ്ങ അച്ചാർ, മീൻ വറുത്തത്. അപ്പോൾ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് തറയെല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഉച്ചയ്ക്ക് പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുക്കള മൊത്തത്തിൽ തുടച്ച് തറയെല്ലാം വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്നങ്ങ് വൃത്തികേടായിരിക്കും. പിന്നെ നമുക്ക് അടുക്കളയിലോട്ട് വരാനായിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അടുക്കള പണിയെല്ലാം കംപ്ലീറ്റ്, അടുക്കളയിലെന്നല്ല മറ്റുള്ള സ്ഥലങ്ങളിലെ റൂമിലത് യഥാർത്ഥ ഹാളിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ചെറിയൊരു വീഡിയോ, നല്ല മഴക്കോളുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെയൊക്കെ നമുക്ക് നല്ല മഴയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയുടെ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാത്രിയിലും ഇവിടെ നല്ല മഴയായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ നല്ല കോളുണ്ടായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നെങ്കിൽ ഞാൻ നാളെയാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ. ഇന്നിപ്പോൾ വീഡിയോ എടുത്ത് പിന്നെ എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ സമയം എടുക്കുമല്ലോ. സാധാരണ എല്ലാവരും ഉച്ചയ്ക്കാണല്ലോ പൊതിച്ചോറ് കഴിക്കണം. ഇന്നിപ്പോൾ നമ്മൾ രാത്രിയിലാണ് കഴിക്കുന്നത്. കുറേ ദിവസം കൊണ്ടേ വിചാരിക്കുകയാണ് പൊതിച്ചോറ് കഴിക്കണമെന്ന് കേട്ടോ രാത്രിയിൽ. അങ്ങനെ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോഴും നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.